എറണാകുളത്ത് അങ്കണവാടിയിൽ ഭക്ഷ്യവിഷബാധ. വൈറ്റില പൊന്നുരുന്നി ഈസ്റ്റ് അങ്കണവാടിയിലെ 12 കുട്ടികൾക്കും അങ്കണവാടിയിലെ ഭക്ഷണം കഴിച്ച 3 രക്ഷിതാക്കൾക്കുമാണ് വയറിളക്കവും ഛർദിയും ദേഹാസ്വാസ്ഥ്യവും ഉണ്ടായത്. അങ്കണവാടി വാട്ടർ ടാങ്കിൽ നിന്ന് ജനങ്ങൾ ചത്ത പാറ്റയെ കണ്ടെത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ടാങ്കിലെ വെള്ളം പരിശോധനയ്ക്ക് അയച്ചു. അംഗനവാടി ജീവനക്കാർ നമ്മളൊന്നും പറയില്ലെന്ന് വെച്ചാൽ അവർ നല്ല കാര്യമായിട്ട് തന്നെയാണ് അവർ കുട്ടികളൊക്കെ നല്ലോണം നോക്കിയത്. പിന്നെ ഇതെന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. അതിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ അവിടെ അന്ന് തന്നെ അവിടെ വന്ന് ഇതേപോലെ നോക്കിയപ്പോൾ കുറച്ച് വൃത്തികേടായിട്ടൊക്കെ ഉണ്ടെന്ന് അപ്പുറത്ത് സൈഡൊക്കെ. അത് ഞങ്ങൾ അതിനും പറഞ്ഞായിരുന്നത് ആ കാര്യങ്ങളൊക്കെ അതൊക്കെ ശുദ്ധീകരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ കുട്ടികൾ മിക്ക കുട്ടികൾക്കും ഉണ്ടായെന്ന് പറയണത്. ഓരോരുത്തരും നമ്മളെ വിളിച്ചു ചോദിക്കുമ്പോഴാണ് അറിയണത് ഇങ്ങനെ കുട്ടിക്ക് ഇന്നപോലെ ഉണ്ടായെന്ന് പറയണത്. വിവരങ്ങളുമായി അങ്കണവാടിയിൽ നിന്ന് അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിങ് അലി അക്ബർ ഷാ. കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഭക്ഷണം അത് ഏറ്റവും നല്ലതാക്കുന്നതിനായുള്ള സംവിധാനങ്ങൾ, അതിനായി പണം ചെലവഴിക്കൽ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് നമുക്കുള്ളത്. പക്ഷേ അവർക്ക് കൊടുക്കുന്ന വെള്ളം, ആ വെള്ളത്തിൽ പാറ്റ കിടക്കുന്നു, അല്ലെങ്കിൽ അത്രയും മലിനമായ ജലമാണ് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് എന്നതാണോ അവിടെ എത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്? എന്താണ് അവിടെ സംഭവിച്ചത്? ഗുഡ് ഈവനിങ് സുജയ. വളരെ ഗുരുതരമായ വിഷയം തന്നെയായിരുന്നു ഇന്ന് വൈറ്റില പൊന്നുരുന്നി ഈസ്റ്റ് അങ്കണവാടിയിൽ നിന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 12 കുട്ടികൾക്കും 3 രക്ഷിതാക്കൾക്കുമാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധയേറ്റിട്ടുള്ളത്. ഇതിൽ പ്രധാന ആരോപണം എന്ന് പറയുന്നത് ഈ 3 രക്ഷിതാക്കൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റത് ഈ അങ്കണവാടിയിൽ നിന്നും കുട്ടികൾക്ക് ഭക്ഷണം വീടുകളിലേക്ക് കൊടുത്തുവിടും. ഇത്തരത്തിൽ കൊണ്ടുപോയ ഭക്ഷണം കഴിച്ച രക്ഷിതാക്കൾക്കാണ് ഈ ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്നായിരുന്നു നമ്മളിവിടെ വന്നപ്പോൾ അറിഞ്ഞ വിവരം. ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇവിടുത്തെ വാട്ടർ ടാങ്ക് ഉൾപ്പെടെ കാണുന്ന, അല്ലെങ്കിൽ ആ ഭാഗം കൂടി പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഞെട്ടിക്കുന്ന കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയും മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു ഈ അങ്കണവാടിയിലേക്ക് പാചകത്തിന് വേണ്ടി ഉൾപ്പെടെ ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് നാട്ടുകാരും പലരും ഇതിൽ പരിശോധിച്ചതിന്റെ ഭാഗമായി ആ മേൽഭാഗം കുറച്ച് തെളിഞ്ഞിട്ടുണ്ട് എന്നത് മാറ്റി നിർത്തിയാൽ വളരെ മോശം അവസ്ഥയിലായിരുന്നു രാവിലെ നമ്മളിവിടെ എത്തുമ്പോൾ ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ കാണുന്നത് നാട്ടുകാർ ഈ വാട്ടർ ടാങ്കിൽ നിന്നും കളക്ട് ചെയ്ത കുറച്ച് ജീവികളാണ്. ചത്ത പാറ്റകളും വലിയ പ്രാണികളും ഒക്കെയായി ഈ വാട്ടർ ടാങ്കിനുള്ളിൽ നിന്നും നാട്ടുകാർ രാവിലെ കണ്ടെത്തിയ ജീവികളാണ് ഈ കാണുന്നത്. ഇതിനകത്ത് പരിശോധന നാട്ടുകാർ സാധാരണഗതിയിൽ നടത്താറില്ലായിരുന്നു. കാരണം ഇത്തരത്തിലൊരു സംഭവം ഇതിനു മുൻപ് ഇത്രയും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതുകൊണ്ട് തന്നെ. പക്ഷേ ഇത്രയും കുട്ടികൾക്ക് ഈ രോഗബാധ ഉണ്ടായ സാഹചര്യത്തിലാണ് ഈ വാട്ടർ ടാങ്ക് തുറന്ന് പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് ഇതിന്റെ ഈ ഒരു ദയനീയമായ സാഹചര്യം ഉണ്ടായത്. മറ്റൊരു പ്രധാന കാര്യം, ഇപ്പോൾ നമ്മൾ സ്കൂളിൽ ഉൾപ്പെടെ സുജയത് കോർപ്പറേഷന്റെ വെള്ളമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വെള്ളത്തിന്റെ പ്രശ്നമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ തൊട്ടടുത്ത വീടുകളിലെല്ലാം വരുന്ന അതേ വെള്ളം തന്നെയാണ് അങ്കണവാടിയിലേക്കും വരുന്നത്. നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്ന അവരുടെ വീടുകളിലൊന്നും വെള്ളത്തിന് അത്തരത്തിലൊരു പ്രശ്നമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിന്റെ പ്രശ്നമാണെന്ന് പറയാൻ കഴിയില്ല. ഈ ടാങ്കിന്റെ നിർമ്മാണത്തിന്റെയോ അല്ലെങ്കിൽ കൃത്യമായ പരിശോധന ഇതിൽ നടത്താത്തതിന്റെയോ പ്രശ്നം തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ ഈ അങ്കണവാടിയുടെ അധ്യാപികരോട് ഉൾപ്പെടെ സംസാരിച്ചപ്പോൾ ഇത് തുറന്നു കിടക്കുകയായിരുന്നു എന്ന് അവരുൾപ്പെടെ സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് കുട്ടികൾ കുടിക്കുന്ന ഈ വെള്ളം അവർ പറയുന്നുണ്ട് ഈ കുട്ടികൾക്ക് ഇത് നേരിട്ട് കുടിക്കാൻ കൊടുക്കാറില്ല, പക്ഷേ പാചകത്തിന് ഉപയോഗിക്കാറുണ്ടെന്ന് അവർ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള വെള്ളം ഇത്രയും അലക്ഷ്യമായി തുറന്നിട്ട ടാങ്കിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ വീഴ്ചയാണ്. മറ്റൊരു പ്രധാന കാര്യം, നമ്മൾ ഈ സ്കൂളിലും അങ്കണവാടിയിലും ഒക്കെ പാമ്പ് കയറിയ വാർത്തകളൊക്കെ പറയുന്നത് നോക്കൂ. ഇവിടെ ഈ ഗ്രില്ലിനപ്പുറത്ത് നല്ല വലിയ കാടാണ്. സ്വാഭാവികമായും ഇഴജന്തുക്കൾക്ക് സുഖമായി ഇതുവഴി കടന്ന് ഇങ്ങോട്ട് വരാം. ഒരു പടി കൂടി കടന്നു കഴിഞ്ഞാൽ അങ്കണവാടിക്ക് അകത്തേക്ക് കയറാം. ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ്. അത്രയും അലക്ഷ്യമായി അത്രയും അപകട സാഹചര്യത്തിലാണ് ഈ പറയുന്ന പൊന്നുരുന്നി ഈസ്റ്റിലെ അങ്കണവാടി പ്രവർത്തിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ കാണുന്ന ഭാഗം ഈ അങ്കണവാടിയുടെ മുകളിലെ കെട്ടിടം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടെങ്കിലും ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ്. അവിടെ നിന്നും ഉപയോഗിച്ച പഞ്ഞി ഉൾപ്പെടെ, അല്ലെങ്കിൽ രക്തം പുരണ്ട പഞ്ഞി ഉൾപ്പെടെയുള്ള PHCയിലെ വേസ്റ്റ് മാലിന്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഈ കൂടുകളിൽ കെട്ടിവച്ചിരിക്കുന്നത് കാണുന്നത്. ഇതിന് തൊട്ട് ചേർന്നാണ് ഈ അങ്കണവാടി ഇരിക്കുന്നത് എന്നുകൂടി ഓർക്കുക. മറ്റൊരു ഇവിടുത്തെ ഏറ്റവും ദുരിതം, ഈ നാട്ടുകാർ ഉൾപ്പെടെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത് ഇതിനോട് ചേർന്ന് കിടക്കുന്ന കനാലാണ്. ആ ഭാഗത്തേക്ക് അടുക്കാൻ കഴിയാത്ത നിലയിൽ മാലിന്യം നിറഞ്ഞ നിലയിൽ നമ്മൾ രാവിലെ ലൈവിൽ നിൽക്കുമ്പോൾ ചത്ത എലിയ ഉൾപ്പെടെ നമ്മൾ അതിൽ നിന്നും ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പകർത്തിയതാണ്. ഇപ്പോൾ എന്തായാലും എലിയെ കാണാനില്ല. ചെറിയ രീതിയിലുള്ള ഒഴുക്ക് ഈ ഭാഗത്തുണ്ട്. പക്ഷെ ശക്തമായ നിലയിൽ ദുർഗന്ധം വമിക്കുന്ന നിലയിലുള്ള മാലിന്യമാണ് ഈ ഭാഗത്താകെ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. പ്രദേശവാസികൾക്ക് വലിയ രോഗബാധ ഉണ്ടാകാൻ മറ്റൊരു കാരണവും വേണ്ട എന്ന നിലയിലുള്ള അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്താറുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഇവിടെ ക്ലീനിങ് ഇങ്ങനെയൊരു സ്ഥലത്ത് എങ്ങനെയാണ് ഒരു അങ്കണവാടി പ്രവർത്തിക്കുക? ഒരു അങ്കണവാടി, ഒരു സ്കൂൾ, അതൊക്കെ പ്രവർത്തിക്കുന്നതിന് ചുറ്റുവട്ടത്ത് വൃത്തി ഉണ്ടാകണം എന്നുള്ളത് ഒരു നിഷ്കർഷ തന്നെയാണ്. അതിവിടെ പാലിക്കപ്പെടുന്നില്ല. ആ വെള്ളം കണ്ടു നോക്കൂ. ആ വെള്ളം അവിടെ കിടക്കുമ്പോൾ അതിൽ നിന്ന് എത്രമാത്രം രോഗമുണ്ടാക്കാം. രോഗവ്യാപനം നടക്കുന്നതിന് മറ്റൊരു കേന്ദ്രവും വേണ്ട. ഇത് തന്നെ അധികമല്ലേ? ഇതൊന്നും കാണുന്നില്ലേ അധികൃതർ?
തീർച്ചയായും സുജയ, വ്യാപക രോഗങ്ങൾ ഈ എറണാകുളത്ത് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ഞപ്പിത്തം ഉൾപ്പെടെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം കൂടി ക്ലീനിംഗ് നടത്തിയ കനാലാണിതെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത്രയും പെട്ടെന്ന് വീണ്ടും ഇത്രയും മാലിന്യം വന്ന് അടിയണമെങ്കിൽ ഏതെല്ലാം ഭാഗത്തു നിന്നുള്ള മാലിന്യമാണ് ഇതുവഴി ഒഴുകി വരുന്നത് എന്നതുകൂടി ആലോചിക്കണം. തമ്മനം മുതൽ ഈ ഭാഗത്തേക്കുള്ള ഹോട്ടലുകളുടെ വേസ്റ്റ്, അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകളുടെ ഓയിൽ വേസ്റ്റ്, അത്തരത്തിലെല്ലാം ഒഴുകിയെത്തുന്നത് ഈ ഭാഗത്തേക്കാണ്. ഇതിനു മുകളിലാണ് ഈ അംഗനവാടി നിൽക്കുന്നത് എന്ന് ഓർക്കുക. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ ചത്ത ജീവികൾ, അതുപോലെ തന്നെ കൊതുകും ഈച്ചയും കാരണം അടുക്കാൻ കഴിയാത്ത നിലയിൽ അത്രയും മോശപ്പെട്ട സാഹചര്യത്തിലാണ് ഇത് ഇവിടെ ഉള്ളത്. ഈ കനാൽ അല്ലെങ്കിൽ അലിക്കും നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റിനും എന്തെങ്കിലും അസുഖം വരും. കാരണം അത്രമാത്രം മലീമസമായ ഒരു സാഹചര്യത്തിലാണ് ആ അങ്കണവാടി പൊന്നുരുന്നി ഈസ്റ്റിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോഴുണ്ടായ ഭക്ഷ്യവിഷബാധ, ഈച്ചയാർക്കുന്ന, പുഴുക്കൾ നുരയ്ക്കുന്ന ഇതുപോലെയുള്ള ഒരു കനാലിന് തൊട്ടിപ്പുറത്താണ് ആ അങ്കണവാടി പ്രവർത്തിക്കുന്നത്. അവിടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് എന്നോർക്കുമ്പോൾ എങ്ങനെ സമാധാനത്തോടെ ആ അങ്കണവാടിയിലേക്ക് കുഞ്ഞുങ്ങളെ വിടും? ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ഭക്ഷണത്തിൽ, ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത വെള്ളത്തിൽ മാലിന്യം വന്നതിനെ തുടർന്നാണ് അവർക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയുള്ള അങ്കണവാടികളുടെ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ അവർക്ക് രോഗവ്യാപനം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ അത് ഒഴിവാക്കേണ്ട ഉത്തരവാദിത്തം ബന്ധപ്പെട്ട അധികൃതർക്കുണ്ട്. പൊന്നുരുന്നി ഈസ്റ്റിലെ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബന്ധപ്പെട്ട അധികൃതർ ഇതൊക്കെയൊന്ന് കാണണം എന്നുള്ളതാണ് നമുക്ക് അവരുടെ മുന്നിൽ വെക്കാനുള്ള അഭ്യർത്ഥന. ചത്ത വാറ്റ കിടക്കുന്ന വെള്ളമല്ല പാവം കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കേണ്ടത്.